ഇന്ന് നമ്മൾ ഈ യാത്ര പോകുന്നത് ക്രസൻറ്റ് ഐലൻഡ് കാണാനായിട്ടാണ്. നെയ്വാഷയിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ഈ ക്രസൻറ്റ് ഐലൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് പോകാനായിട്ട് നമ്മൾ ഈ ലേക്കിൻ്റെ അടുത്തുനിന്നാണ് നമ്മുടെ ബോട്ട് സർവീസ് ഉള്ളത്. ഇവർ ഏകദേശം ഒരു 6000 പെർ ബോട്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. 6000 ഷില്ലിങ്സ് പെർ ബോട്ട് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ഒരു ബോട്ടിൽ 7 ആൾക്കാരെ വെച്ചിട്ട് അവർ കയറ്റുകയുള്ളൂ. അപ്പോൾ അവർ പറയുന്നത് കൂടുതലും നമുക്ക് ഹിപ്പോസിനെയാണ് അവിടെ ലേക്കിനുള്ളിലായിട്ട് കാണാൻ പറ്റുന്നത്. ക്രോക്കഡൈൽ ഇല്ലെന്നാണ് പറയുന്നത്. ഹിപ്പോസ് എന്തുകൊണ്ട് ഈ കൂടുതൽ സമയം ലേക്കിനുള്ളിൽ തങ്ങുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സ്കിന്ന് പുറമേ നിൽക്കുന്ന സമയത്ത്, പുറത്ത് കരയിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ സ്കിന്ന് ഡ്രൈ ആയിട്ട് അവർക്കിങ്ങനെ ക്രാക്സ് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വെള്ളത്തിനുള്ളിൽ തന്നെ ചിലവഴിക്കുന്നത്. കൂടുതലും നമുക്കിവിടെ ഹിപ്പോസിനെ കാണാനായിട്ട് സാധിക്കും ഈ വെള്ളത്തിനുള്ളിലായിട്ട്. അപ്പോൾ ഇങ്ങനെ ബോട്ടിങ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷിനെ വാങ്ങിച്ചിട്ട് ഇവിടെ ഈ കാണുന്ന പക്ഷിക്ക്, അതായത് ആഫ്രിക്കൻ ഈഗിൾ എന്നാണ് അറിയപ്പെടുന്നത്, അതിന് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് വന്ന് കൊത്തിക്കൊണ്ട് പോയി ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഐലൻഡിലേക്ക് വന്നു കഴിയുമ്പോൾ കൂടുതലായിട്ട് നമുക്ക് സീബ്രാസ്, ജിറാഫ്, വൈൽഡ് ബീസ്റ്റ്, വാട്ടർ ബഗ്, ഫെലിക്കൻസ് അങ്ങനെ ഒരുപാട് വന്യമൃഗങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും നല്ലൊരു ക്ലൈമറ്റിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ കിട്ടി.